മണ്ടൻ എന്ന് പറഞ്ഞവര് ഇല്ല. ആ ഒരു ഇത് വിഷമം ഞങ്ങൾ ഇന്ന് ജിന്റെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങളുടെ മനസ്സിലൊരു ഇത്, ഞങ്ങൾ മോനെ അങ്ങനെ വിളിക്കുമ്പോ ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. അങ്ങനെ ആര് വിളിക്കും, പിന്നെ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അതേ വലിയ വിലാൽ സാറിന്റെ ഒക്കെ അടുത്ത് എത്തുക, സംസാരിക്കുക. നമുക്കൊരു സമാധാനം. അതെ, തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഹലോ ചങ്കൾ, എല്ലാവർക്കും നമസ്കാരം. പ്രശാന്ത് മണിമേളാണ്. അപ്പം ബിഗ് ബോസ് സീസൺ 6 വിജയി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജിൻഡപ്പനാണ്. ജിൻഡപ്പന് വിജയിച്ച ശേഷം എൻ്റെ പൊന്ന് ചങ്കളെ ഒരുപാട് ആളുകൾ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക മലയാളികൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പല ഭാഗത്തു നിന്ന് പല രീതിയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരൊക്കെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ആളുകളുടെ മനസ്സിലാണ് അദ്ദേഹം കയറിക്കൂടിയിട്ടുള്ളത് എന്നുള്ളത് പറയാൻ വാക്കുകളില്ല. ഇത് എൻ്റെ എന്നല്ല, ഈ പുറത്ത് സോഷ്യൽ മീഡിയ മുഴുവൻ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ശരിക്കും ഒരു ആറാട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ വന്നതും അത്തരത്തിലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ജിൻഡപ്പൻ ജയിക്കുമ്പോൾ സ്വന്തം നാടായിട്ടുള്ള കലടിയിലും എന്തോ ഒരു ചെറിയ ഒരു ഗ്രാമത്തിൻ്റെ ഒരു പേരുണ്ട്, അവിടെയാണ് പുള്ളിക്കാരൻ്റെ വീട് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ശരിക്കും വലിയ രീതിയിലൊരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നാട്ടിൽ വലിയ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിലാണെങ്കിലും നല്ല പടക്കൊക്കെ പൊട്ടിച്ച് ഗംഭീരമായി ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടു, ഒത്തിരി സന്തോഷം തോന്നി. എന്തായാലും കുടുംബം, അതോടൊപ്പം തന്നെ നമ്മുടെ ജിൻഡപ്പൻ്റെ കുടുംബം മൊത്തത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ്. പെങ്ങൾക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് നിങ്ങൾ കണ്ടു. എന്തായാലും പെങ്ങൾക്ക് പറയാനുള്ളതും അവരുടെ ബന്ധുവായിട്ടുള്ള അമ്മയുടെ അനിയത്തിക്കൊക്കെ പറയാനുള്ള കുറേ സങ്കടകരമായ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ അവരുടെ ജിൻഡപ്പൻ്റെ റിയൽ ലൈഫ് എന്താണെന്നുള്ളത് ഇവരിലെ വാക്കുകളിൽ നിന്ന് എനിക്ക് കിട്ടി. എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം. ഇത് ചങ്ങാതിക്കുട്ടെന്ന് പറയുന്നൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, നമ്മളൊരു സുഹൃത്തിൻ്റെയാണ്. പുള്ളിക്കാരന് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഭാഗം മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ജസ്റ്റ് ഒരു പുള്ളിക്കാരൻ്റെ നിങ്ങൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ചങ്ങാതിക്കൂട്ടം, അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജുണ്ട്. നിങ്ങൾ അതിലൊക്കെ ഒന്ന് കയറി കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി ലൈവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഞാൻ ഏതായാലും അമ്മയുടെ അനിയത്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാം. സന്തോഷമുണ്ട്, ഇത്ര ഇതിന് വന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവൻ വളർന്ന രീതിയൊക്കെ അവൻ്റെ. പിന്നെ ഞാൻ മേമയാണ് അവൻ്റെ. ചെറുപ്പം മുതൽ ഞങ്ങളൊക്കെ എടുത്ത് വളർത്തിയൊരു മോനാണ്. അപ്പം എൻ്റെ മോനെ പോലെ തന്നെയാണ് അവൻ. സ്വന്തം മോനെ പോലെ തന്നെയാണ് എന്നാണ് അമ്മയുടെ അനിയത്തി പറയുന്നത്. അതോടൊപ്പം തന്നെ ഞാനാണ് എടുത്ത് വളർത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ തന്നെ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ച് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നത് തന്നെയാണ് ജിൻഡപ്പൻ. അതിൻ്റെ ഒരു നന്മ പുള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് ഒരിക്കലും അഹങ്കാരം തോന്നില്ല. അതുതന്നെയാണ് ജിൻഡോൻ്റെ ക്വാളിറ്റി. അത്രത്തോളം കഷ്ടപ്പെട്ട് വന്ന ഒരു സാധാരണക്കാരന് കപ്പ് കിട്ടിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഒരുപാട് അഭിമാനമുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിച്ചൊരു വിജയം തന്നെയാണ് ജിൻഡപ്പന് കിട്ടിയിട്ടുള്ളത്. ബാക്കി നമുക്ക് കേൾക്കാം. അങ്ങനെ വളർന്നു വന്നവൻ ഈ നിലയിലെത്തിയതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് ബിഗ് ബോസിലായാലും ഒരുപാട് കുറ്റങ്ങളും ഒരുപാട് അവൻ സഹിച്ചിട്ടുണ്ട്. അവിടെ സഹിച്ചു വന്നവന് മണ്ടൻ പറഞ്ഞവരെ കൊണ്ടൊക്കെ വിജയിയായിട്ട് മണ്ടൻ എന്ന് പറഞ്ഞവര് ഇല്ല. ആ ഒരു ഇത് വിഷമം ഞങ്ങൾ ഇന്ന് ജിന്റെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങളുടെ മനസ്സിലൊരു ഇത്, ഞങ്ങൾ മോനെ അങ്ങനെ വിളിക്കുമ്പോ ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. അങ്ങനെ ആര് വിളിച്ചാലും ആ ഒരു വിഷമം ഞങ്ങളുടെ മനസ്സിലുണ്ടായി. എടാ, ഇങ്ങനെയൊക്കെ വിളിക്കാൻ നാണമുണ്ടോ? ഈ പുറത്തുനിന്നാണെങ്കിൽ ഈ കമന്റുകളും കുറെ പറയുന്നുണ്ട്, ഈ മണ്ടൻ എന്നുള്ള പേര് ഏറ്റ് വിളിക്കുന്നുണ്ട്. ഈ മണ്ടൻ എന്നൊക്കെ പറഞ്ഞ ഒരാളെ ബിഗ് ബോസ് വീടിനുള്ളിൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ആ കുടുംബത്തിന് എത്രത്തോളം വേദന ഉണ്ട്. ഒരു മനുഷ്യനെ എന്താ പറയുക, ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം. ഇത്ര ഒരു ജെനുവിനായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിനെയൊക്കെ വിളിക്കുന്നതിന് എങ്ങനെ തോന്നുന്നുണ്ട്? ഇത് എത്രത്തോളം ആ കുടുംബത്തിന് ഫീൽ ചെയ്യുന്നുള്ളത് ഇപ്പോൾ ആ അമ്മ പറയണമൊക്കെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ആ അമ്മൻ്റെ ഉള്ളിനുള്ളിൽ വേദന ഉണ്ട്. ഇങ്ങനൊന്നും ചെയ്യരുത് ഒരു മനുഷ്യന്മാർ. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടുവന്നിട്ട് തന്നെയാണ് ഇത്രയും വോട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ ജയിപ്പിച്ചതല്ല ജിൻഡോനെ മനസ്സറിഞ്ഞ് ജനങ്ങൾ നൽകിയിട്ടുള്ള വോട്ടാണ്. ജിൻഡോൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ PR വന്നതിൻ്റെ മേടിക്കാൽ നോ പ്രോബ്ലം. പിന്നെ അതുകൊണ്ട് പിന്നെ ഇപ്പൊ ബിഗ് ബോസിനും മോഹൻലാലിനും വോട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ പേരിൽ നന്ദി പറയും. അത് ഉള്ളിൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ കേട്ടോ വലിയൊരു നന്ദിയും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് അമ്മയും പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ഇതുപോലെ തന്നെ ഒത്തിരി സന്തോഷം അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റർ ഭയങ്കരധികം ഹാപ്പിയിലാണ്. ഒരു സഹോദരി ഭയങ്കര ഹാപ്പിയിലാണ്. പുള്ളിക്കാരത്തൊക്കെ വിചാരിച്ചതിനപ്പുറം കയറിപ്പോയാൽ വലിയ രീതിയിൽ നന്ദിയും കാര്യങ്ങളും പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. പിന്നെ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അതേ വലിയ വിലാൽ സാറിന്റെ ഒക്കെ അടുത്ത് എത്തുക, സംസാരിക്കുക.
അപ്പൊ ലാലേട്ടൻ കൈ പിടിച്ച് ഉയർത്തുന്നതും കണ്ടാൽ നമുക്കൊരു സമാധാനമാവും. അതെ, തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും ആ കപ്പ് വാങ്ങി പിടിച്ച് ഉയർത്തിപ്പിടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകം മുഴുവൻ ജിൻഡപ്പൻ്റെ അമ്മയാണെങ്കിലും സഹോദരിയാണ് എല്ലാവരും കുടുംബങ്ങളാണെങ്കിലും ജിൻഡപ്പൻ്റെ നാടാണെങ്കിലും നമ്മളെപ്പോലുള്ളവരാണെങ്കിലും എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ജിൻഡപ്പൻ കപ്പ് പിടിച്ച് നിൽക്കുന്നതാണ് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട്. ലാലേട്ടൻ എന്താണ് പറയുന്നത്? ജിൻഡപ്പൻ ആ കപ്പ് ഫസ്റ്റ് അടിക്കുമ്പോഴല്ല ജിൻഡപ്പൻ്റെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഫീലിംഗ് ഒക്കെ എന്താണ് അദ്ദേഹം പറയുന്നതെന്നൊക്കെ ഉള്ള കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പല്ലേ. അപ്പോൾ ഞങ്ങൾ ഇതോടെ നിർത്തുകയാണ്. പൂരങ്ങൾ തീരുന്നില്ല, ജിൻഡപ്പൻ്റെ തുടക്കമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഓരോരോ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജിൻഡപ്പൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അടിച്ച് വെച്ചാലിട്ടോ ചങ്കൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഒരു കാര്യം, ഫിനാലെ കാണാൻ ആരും മറക്കണ്ട, അടിപൊളി എപ്പിസോഡായിരിക്കും കേട്ടോ. ഞാൻ ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ.